ഹരിയാനയിൽ കോൺഗ്രസിന്റെ വ്യാജ പ്രചരണങ്ങൾ വില പോവില്ലെന്ന് സംസ്ഥാന മുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ നയാബ് സിംഗ് സൈനി. ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ കോൺഗ്രസ് നൽകിയ വാഗ്ദാനങ്ങളുടെ ഗതി എന്താണെന്ന് ജനങ്ങൾക്കിപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ ജനങ്ങൾ അവരുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വീഴില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒക്ടോബർ 5-ന് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഹരിയാനയിൽ പൂർണ്ണ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പിച്ച അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ തങ്ങളുടെ സർക്കാർ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അവകാശപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ജനങ്ങൾക്കിടയിൽ വലിയ ആവേശമാണ്. ബി.ജെ.പി. മൂന്നാം തവണയും പൂർണ്ണ ഭൂരിപക്ഷത്തോടെ സർക്കാർ രൂപീകരിക്കും. അധികാരം പിടിക്കാൻ നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ലെന്നും കോൺഗ്രസിനെ ഉദ്ദേശിച്ചുകൊണ്ട് സൈനി തുറന്നടിച്ചു. അയൽ സംസ്ഥാനമായ ഹിമാചലിന്റെ ഉദാഹരണം തന്നെ എടുക്കുക. യുവാക്കൾക്ക് പ്രതിവർഷം 1 ലക്ഷം തൊഴിലവസരങ്ങൾ, സ്ത്രീകൾക്ക് 1500 രൂപ എന്നതൊക്കെയായിരുന്നു അവരുടെ വാഗ്ദാനങ്ങൾ. എന്നാൽ അവയൊക്കെ എന്തായി? അവർ ഈ വാഗ്ദാനങ്ങൾ പാലിച്ചു. കോൺഗ്രസിന്റെ വ്യാജ വാഗ്ദാനങ്ങളുടെ ഭവിഷ്യത്തുകൾ ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം. അവരുടെ കള്ളത്തരം ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ തെറ്റായ വാഗ്ദാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി.ജെ.പി. പറയുന്നത് നിറവേറ്റും. 18-നും 60-നും ഇടയിൽ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം 2000 രൂപയും 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും നൽകുമെന്നതാണ് ഹരിയാന തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ. എന്നാൽ സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ സഹായം, യുവാക്കൾക്ക് 2 ലക്ഷം സർക്കാർ ജോലി, സംസ്ഥാനത്ത് നിന്നുള്ള അഗ്നിവീരർക്ക് സർക്കാർ ജോലി ഉറപ്പ് എന്നിവയാണ് ബി.ജെ.പിയുടെ വാഗ്ദാനമെന്നും നയാബ് സിംഗ് സൈനി പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയും ബി.ജെ.പിയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമാണ് നടക്കുകയെന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞാലും ബി.ജെ.പി. മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് സൈനി ഒരു പ്രമുഖ മാധ്യമത്തോട് അവകാശപ്പെട്ടു. നേരത്തെ മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിലും ഇത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർക്ക് എത്ര സീറ്റ് ലഭിച്ചു? ഹരിയാന ഫലങ്ങൾ അവരെ വീണ്ടും അത്ഭുതപ്പെടുത്തും. ബി.ജെ.പി. വൻ വിജയം നേടും. തുല്യമായ വികസനമാണ് ബി.ജെ.പി. സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്നും അധികാരത്തിൽ തിരിച്ചെത്തിയാൽ വികസനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതേസമയം ഹരിയാന ബി.ജെ.പിയിൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലി വൻ തർക്കമാണ് അരങ്ങേറുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ അവകാശം ഉന്നയിച്ച് രംഗത്തെത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. മുതിർന്ന നേതാവായ അനിൽ വിജ്, കേന്ദ്രമന്ത്രി റാവോ ഇന്ദ്രജിത്ത് സിംഗ് എന്നിവരാണ് ആവശ്യമായി രംഗത്ത് വന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ബി.ജെ.പി. കടന്നു പോകുന്നത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ ബി.ജെ.പി. വിട്ടിരുന്നു. മന്ത്രി ചൗധരി രഞ്ജിത് സിംഗ് ചൌട്ടാല, മുൻ മന്ത്രി കർണദേവ് കാംബോജ് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന പാർട്ടി അംഗങ്ങളാണ് പാർട്ടി വിട്ടത്. ഒ.ബി.സി. നേതാവായ കരൺദേവ് കോൺഗ്രസിൽ ചേരുകയും ചെയ്തിരുന്നു. മുൻ മന്ത്രിയായ കവിത ജെയിൻ, സാവിത്രി ജിൻഡാൽ തുടങ്ങിയവരും പാർട്ടി വിട്ടിരുന്നു. സാവിത്രി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഒക്ടോബർ 5-നാണ് ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ 10 വർഷമായി ബി.ജെ.പിയാണ് സംസ്ഥാന ഭരണത്തിൽ തുടരുന്നത്.